ജപ്പാൻകാരുടെ ഒനിഗിരി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ 7-Elevenലേക്ക് നടക്കുന്ന കാഴ്ചയാണിത്. നല്ല സെറ്റ് ക്ലൈമറ്റാണ്, മഴ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ 7-Elevenലേക്ക് എത്തി, അകത്തേക്ക് കയറി. ഇവിടെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് വേണ്ട ഒനിഗിരി അവസാനം ഈ ലാസ്റ്റ് ഇവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പല വീഡിയോകളിലായിട്ട് ഈ ഒരു ഒനിഗിരി കണ്ടിട്ടുണ്ടാവും. ഞാൻ എടുത്തത് ഒരു സാൽമൺ, ഗ്രില്ലഡ് സാൽമൺ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഒനിഗിരിയാണ്. എഗ്ഗ് കൊണ്ടും പിന്നെ ടൂണ മയോണീസ് കൊണ്ടൊക്കെ ഫില്ലിങ് വരുന്ന ഒരുപാട് ഒനിഗിരി ഇവിടെ അവൈലബിൾ ആണ് ജപ്പാനിൽ. അപ്പോൾ ഞാൻ ഒരു ഒനിഗിരി വാങ്ങിയിട്ട് ഷോപ്പിലേക്ക് നടക്കുകയാണ്. ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സാധനം എന്താണെന്ന് മനസ്സിലാവും. ഒനിഗിരിയുടെ പാക്കറ്റ് പൊട്ടിക്കുന്നതിൽ വരെ സവിശേഷതയുണ്ട്. നമ്മൾ 1, 2, 3 എന്നുള്ളൊരു നമ്പർ കാണാം. ഒന്നൊന്ന് താഴേക്ക് വലിച്ചിട്ട് നമ്മൾ രണ്ട് ഭാഗത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഇങ്ങോട്ട് കിട്ടും. ജപ്പാൻകാർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഒനിഗിരി. ഈ ഒരു പുറത്ത് കാണുന്ന ഈ ഒരു പച്ച കളർ വേറൊന്നല്ല, സീവീഡാണ്. നമ്മുടെ കടലിലൊക്കെ ഉണ്ടാവുന്ന ഒരു പായലാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ആർക്കും ഇത് ഫസ്റ്റ് ടൈം കഴിക്കുന്ന സമയത്ത് തീരെ ഇഷ്ടപ്പെടില്ല. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് കഴിച്ചത്. എനിക്ക് ഫസ്റ്റത്തെ ഞാൻ ഒരു ട്യൂണ മയോണീസാണ് ട്രൈ ചെയ്തത്. എനിക്ക് ഒട്ടും വർക്കായില്ല സാധനം. അങ്ങനെ ഇത് കുഴപ്പമില്ല, ഇത് കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.